നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്തവണയും ഡോക്ടറോട് ചോദിക്കുന്നത്. ഡോക്ടർ, ഇംപ്ലാന്റ് സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു ചോദ്യവും. ഇദ്ദേഹത്തിന് ഇംപ്ലാന്റിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പമ്പ് ടൈപ്പ് ഇംപ്ലാന്റ്, അങ്ങനെ ഒരുപാട് ഇംപ്ലാന്റുകളെ കുറിച്ച് ഇദ്ദേഹം വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും നല്ല ഇംപ്ലാന്റ് എന്നുള്ളത് ഇദ്ദേഹത്തിനൊന്ന് അറിയണമെന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഇംപ്ലാന്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇംപ്ലാന്റ് പലതരത്തിലുണ്ട്. 2-3 തരം ഇംപ്ലാന്റുകളാണ് സാധാരണഗതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിംഗിൾ പീസ് അല്ലെങ്കിൽ മാലിയബിൾ ഫ്ലെക്സിബിൾ ഇംപ്ലാന്റ് എന്ന് പറയും. അതിനെ വളച്ചു വയ്ക്കാവുന്ന തരത്താണ്. അതൊരു ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു റോഡാണ്, ഇതുപോലുള്ള ഒരു റോഡാണ്. അതിനുള്ളിൽ ചില ഇംപ്ലാന്റുകൾക്കുള്ളിൽ ഒന്നും ഉണ്ടാവില്ല, കേവലം സിലിക്കോൺ ആയിരിക്കും. മറ്റു ചില ഇംപ്ലാന്റ് ആകുമ്പോൾ അതിനുള്ളിൽ ഒരു സ്റ്റീൽ വയർ അല്ലെങ്കിൽ സിൽവർ വയർ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഒരു വയറുണ്ടാവും. അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു റോപ്പിനെ വളയ്ക്കുന്നത് പോലെ ഏത് തരത്തിലും അതിനെ ഫ്ലെക്സ് ചെയ്ത് വളച്ച് വയ്ക്കാം. ഈ വളച്ച് വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കൺസീൽ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതേ പുറമേ ഉള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത തരത്തിൽ കീഴോട്ട് വളച്ച് വയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യകാലത്ത് ഇറങ്ങിയിരുന്ന ഒരു തരം റിജിഡ് ഇംപ്ലാന്റ് ഉണ്ട്. അത് നേരെ വെച്ച് കഴിഞ്ഞാൽ വടി പോലെ നേരെ നിൽക്കും. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു പലർക്കും. അതിനുശേഷമാണ് ഈ തരത്തിലുള്ള ഇംപ്ലാന്റുകൾ വന്നത്. അപ്പോൾ അത് ഫ്ലെക്സ് ചെയ്ത് കീഴോട്ടോ അല്ലെ വയറിനോട്ടോ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് 2 പീസ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു റിസർവോയർ കം പമ്പുണ്ട്. അതും 2 ട്യൂബുകളുമാണുള്ളത്. ഇതിലെ 2 ട്യൂബുകൾ നേരെ പെനീസിനകത്തുള്ള കോർപ്പസ് കാവർണോസ എന്ന സ്ട്രക്ചറിലേക്ക് നിക്ഷേപിക്കുന്നു. അത് ഈ പമ്പ് അത് നമ്മുടെ സ്ക്രോട്ടത്തിനുള്ളിൽ വൃഷ്ണസഞ്ചിക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. അതിനുള്ളിലൊരു തരം ഫ്ലൂയിഡ് നിറയ്ക്കും അത് നിക്ഷേപിക്കുന്ന സമയത്ത്. ആ ഫ്ലൂയിഡ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തിൽ സ്ക്രോട്ടൽ സായ്ക്കിനുള്ളിലുള്ള ഈ പമ്പിനെ പിടിച്ചിട്ട് പമ്പ് ചെയ്യണം. കുറച്ച് തവണ നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ പമ്പിനകത്ത് നിറച്ചിരിക്കുന്ന ദ്രാവകമുണ്ട്, അത് അവിടെ നിന്ന് ഒഴുകിയിട്ട് നേരെ പെനീസിനുള്ളിലുള്ള കോർപ്പസ് കാവർണോസയ്ക്കകത്തുള്ള ആ ട്യൂബിലേക്ക് കിടക്കും. ആ ട്യൂബ് നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് പെനീസ് ഉദ്ധരിച്ചു വരും. ഇതാണ് 2 പീസ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ 2 പീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ റിസർവോയർ കം പമ്പ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്, അതും ട്യൂബുമാണ്. പിന്നെ 3 പീസ്, അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയും. 3 പീസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ട്യൂബുണ്ട്. ഈ ട്യൂബ് പെനീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പസ് കാവർണോസയ്ക്ക് ഉള്ളിൽ നിക്ഷേപിക്കുന്നു. പിന്നെ അതുകൂടാതെ അതിനൊരു റിസർവോയർ സെപ്പറേറ്റ് ഉണ്ട്. ഈ റിസർവോയർ എന്തിനാണെന്ന് ചോദിച്ചാൽ റിസർവോയറിലാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് നിറയ്ക്കുന്നത്. റിസർവോയറിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഉദരത്തിനുള്ളിൽ, വയറിനുള്ളിൽ മൂത്രസഞ്ചിക്ക് മുകളിലായി ഒരു സുരക്ഷിതമായ ഭാഗത്ത് ഈ റിസർവോയറിനെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് പമ്പും സ്വിച്ചും കൂടി, പമ്പും അതിൻ്റെ ഒരു സ്വിച്ചും ഉണ്ട്, അത് നേരെ സ്ക്രോട്ടൽ സായ്ക്കിനുള്ളിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഈ സ്ക്രോട്ടത്തിലിരിക്കുന്ന പമ്പിനെ പതുക്കെ ഒരു 3-4 തവണ ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവോയർ ആക്റ്റീവ് ആവും. അപ്പോൾ അവിടെ നിന്നുള്ള ദ്രാവകം ഇറങ്ങി പമ്പിലൂടെ കടന്ന് നേരെ പെനീസിനുള്ളിരിക്കുന്ന ആ ട്യൂബിലേക്ക് ഒഴുകും. അങ്ങനെ ആ ട്യൂബ് ഫില്ലായി കഴിയുമ്പോൾ പെനീസ് പൊന്തി വരും. അത് നമ്മുടെ ആവശ്യത്തിന് ശേഷം എപ്പോഴാണോ മതി എന്ന് തോന്നുന്നത് ഒരു സ്വിച്ചുണ്ട്, അത് ഈ സ്ക്രോട്ടത്തിൽ പമ്പിനോടൊപ്പം ചേർന്നാണ് സ്വിച്ച് ഇരിക്കുന്നത്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഫ്ലേറ്റ് ചെയ്യും, അതായത് ആ ഫ്ലൂയിഡ് തിരികെ റിസർവോയറിലേക്ക് പോകും. അതിൻ്റെ ഫലമായിട്ട് ലിംഗം ചുരുങ്ങുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ഈ 3 പീസ് ഇംപ്ലാന്റാണ്. അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നോർമലായിട്ടുള്ള ഇറക്ഷനുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ആവശ്യത്തിന് പൊന്തി വരുന്നു, ആവശ്യം കഴിഞ്ഞാൽ
ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ചുരുങ്ങിപ്പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ മറച്ചു വയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഡീഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെനീസ് സാധാരണ പോലെ ചുരുങ്ങി കിടക്കും. ആവശ്യമുള്ളപ്പോഴാണ് ഉദ്ധരിച്ചു വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. രണ്ട്, ഇത് ഒരു ഡിവൈസ്, പമ്പിങ് ഡിവൈസ്, മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ ഏത് മെക്കാനിക്കൽ ഡിവൈസും കേടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു വാച്ച് വാങ്ങിയാലും മൊബൈൽ വാങ്ങിയാലും എന്ത് ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാലും എപ്പോഴെങ്കിലും കേടായിന്ന് വരാം. എന്ന് പറഞ്ഞ പോലെ ഒരു പമ്പിങ് മെക്കാനിസം കേടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു തുക മുടക്കി ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ഒരു 5-10 വർഷം കഴിയുമ്പോൾ കേടായിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചില കമ്പനികളിൽ, ഒരു കമ്പനിയുടെ എനിക്കറിയാം, അതിൻ്റെ അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എക്സ്പയറി അല്ല, വാറണ്ടി 5 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ആ കമ്പനി. 5 വർഷത്തിനുള്ളിൽ ഈ പമ്പ് കേടായി കഴിഞ്ഞാൽ ആ പമ്പ് അവർ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്ത് തരും. പക്ഷേ അപ്പോഴും മറ്റൊരു കാര്യമുള്ളത്, പമ്പ് അവർ റീപ്ലേസ് ചെയ്ത് തരും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഈ വ്യക്തി തന്നെ സ്വയം പൈസ മുടക്കി വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തണം. ആദ്യത്തെ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് എടുത്ത് മാറ്റി വീണ്ടും അടുത്ത പാർട്ട് റീപ്ലേസ് ചെയ്യാനായിട്ടൊരു സർജിക്കലി തന്നെയാണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ ഈ മാലിയബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഇംപ്ലാന്റിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. യൂഷ്വലി നമ്മൾ 2006 മുതൽ ചെയ്തിരിക്കുന്ന ഒരു ഇംപ്ലാന്റിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. 10-18 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലോങ് ഇയേഴ്സിലേക്ക് അത് നിലനിൽക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള മെക്കാനിക്കൽ കംപ്ലൈൻറ്റുകളൊന്നും അതിന് വരുന്നില്ല. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് പലതരം ഇംപ്ലാന്റ്. അത് നമ്മളുടെ അടുത്ത് സർജറിക്ക് വരികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പരിശോധിച്ച് സർജറി വേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം വാലിഡേറ്റ് ചെയ്യുക. അത് ആവശ്യമുള്ള ആളാണെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്കിഷ്ടമുള്ള ഇംപ്ലാന്റ് അവർക്ക് ചൂസ് ചെയ്യാം. അത് നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, വ്യക്തിയുടെ പേഷ്യൻ്റെ ചോയ്സാണത്. ഇംപ്ലാന്റ് സംബന്ധിച്ചുള്ള വിശദമായ മറുപടിയാണ് ഡോക്ടർ നൽകിയത്. അതായത് ആ 3 തരത്തിലുള്ള ഇംപ്ലാന്റുകളെ കുറിച്ച് വിശദമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇത്തരത്തിൽ പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ ഇനിയും ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി വരും എപ്പിസോഡുകളിൽ നൽകും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.